ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനം. നിഷ്കളങ്കമായി ഞാൻ ചോദ്യം ചോദിക്കട്ടെ, എന്തിനാണ് ദൈവത്തെ തേടുന്നത്? ഇത് എന്റെ ചോദ്യമല്ല, പലരും പലപ്പോഴായി സ്വയമേയും മറ്റുള്ളവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആവശ്യങ്ങൾ നേടാനല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ എന്താണ് ഇതിന് കാരണം? ആവശ്യങ്ങൾ നേടാനും ജീവിത പരിമിതികളെ മറികടക്കാനുമാണല്ലോ ദൈവത്തിൽ ആശ്രയിക്കുന്നതും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും. ഇതിൽ തെറ്റൊന്നുമില്ല. സ്വാഭാവികമായി നമ്മുടെ ജീവിത പ്രയാസങ്ങൾ മറ്റാരോട് പറയാനാണ്? നമ്മുടെ ജീവിതത്തിന് നിയന്താവായ ഒരുവനോട് നമ്മുടെ ജീവിതാവശ്യങ്ങൾ പറയുക, നമ്മുടെ പരിമിതികൾ വെളിപ്പെടുത്തുക, ദൈവസന്നിധിയിൽ നാം കരഞ്ഞു പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ സാധാരണ ഏതൊരു മനുഷ്യനും ചെയ്യാവുന്നൊരു കാര്യമാണ്, ചെയ്യുന്ന കാര്യമാണ്. വാസ്തവത്തിൽ നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥമെന്ത് എന്നതിനെക്കുറിച്ചൊക്കെ ആഴമായ ചിന്തയുണ്ടാകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് അകത്തുണ്ടാകേണ്ട മനോഭാവങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകും. സ്വാഭാവികമായും ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നാം ദൈവസന്നിധിയിലേക്ക് അണയുക. ഏതൊരു വിശ്വാസിയും പ്രഥമഘട്ടത്തിൽ അത്തരത്തിൽ തന്നെയായിരിക്കും പ്രവർത്തിക്കുക. നമുക്ക് വിശപ്പുണ്ടാകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. വിശപ്പാണ് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ വിശപ്പ് കേവലമായി ഭക്ഷണം കഴിക്കുക എന്ന നമ്മുടെ തൃപ്തിയിൽ ഒതുങ്ങാനുള്ളൊരു കാര്യമല്ല. നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ഭക്ഷണം വേണം. ആ ഭക്ഷണം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ, ഭക്ഷണം സ്വീകരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാകണം. വിശപ്പില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഭക്ഷണം അകത്ത് ചെല്ലാതാവുമ്പോൾ അയാളുടെ ഉപാപചയ പ്രക്രിയകളൊക്കെ തകരും, അയാൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയാതെ പോകും. രുചി ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ്. രുചിയും വിശപ്പും നമ്മെ പ്രേരിപ്പിക്കുന്നത് ഭക്ഷണം അന്വേഷിക്കാനാണ്, ഭക്ഷണം കഴിക്കാനാണ്. പക്ഷെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ലക്ഷ്യം ഒരിക്കലും വിശപ്പടങ്ങുക എന്നുള്ളതോ രുചിയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതോ അല്ല. അങ്ങനെ ആയിത്തീരുമ്പോൾ അത് അപകടമായി തീരും. അതുകൊണ്ടാണ് ഉദ്ദിഷ്ടകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകരുത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ന് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലുണ്ടാകുമ്പോൾ കേവലം വിശപ്പടങ്ങാനുള്ളതായിട്ട് മാറിപ്പോകുന്നു, രുചിയെ തൃപ്തിപ്പെടുത്താനുള്ളതായിട്ട് മാറിപ്പോകുന്നു. അവിടെയാണ് അത് അപകടമായിട്ട് തീരുന്നത്. കാര്യം അറിഞ്ഞ് ഭക്ഷണം കഴിക്കണം. രുചിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുന്നതെന്ന് വെച്ച് ഭക്ഷണത്തിൽ ആശ്രയിക്കരുത്. വിശപ്പടങ്ങാൻ വേണ്ടിയാണ് എന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് ഭക്ഷണത്തെ ആശ്രയിക്കരുത്. അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഈ രുചിയും വിശപ്പും നമ്മുടെ ജീവിതത്തിന് തന്നെ അപകടമായിട്ട് മാറും. ഇഷ്ടമുള്ളത് ധാരാളം കഴിക്കുക എന്നുള്ളത് ആരോഗ്യത്തിന് ഗുണകരമല്ലെന്ന് വൈദ്യശാസ്ത്രം തന്നെ പറയാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് എന്താണ് യഥാർത്ഥ ആവശ്യമെന്ന് തിരിച്ചറിയാൻ പ്രാർത്ഥനയിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാര്യങ്ങൾ ചോദിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങളുടെ വിശപ്പാണ് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്, രുചിബോധമാണ് ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ഭക്ഷണം കഴിക്കുക എന്നതിൻ്റെ ലക്ഷ്യം അതല്ല. ഇതേപോലെ നമ്മുടെ ജീവിതാവശ്യങ്ങൾ നമ്മെ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് തിരിയുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ പ്രാർത്ഥിക്കുന്നു. അത് വിശപ്പും രുചിയും എന്ന പോലെ ഭക്ഷണത്തിനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാവണം, അഥവാ ക്രിസ്തുവിലായിത്തീരാൻ വേണ്ടിയാവണം. അങ്ങനെ ആയിത്തീരാതെ പോകുമ്പോഴൊക്കെ ശരീരത്തിനത് ഗുണകരമല്ലാതെ ഭക്ഷണം മാറുന്നത് പോലെ ആത്മാവിന് ഗുണകരമല്ലാതായി മാറും. അങ്ങനെ മാറുമ്പോഴാണ് അത് കേവലം കച്ചവടമായിട്ട് മാറുക. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഭക്ഷണങ്ങളുടെയൊക്കെ ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറും. ഉച്ച സമയത്തൊക്കെ പോയാൽ മീൻ പൊരിക്കുന്നതിൻ്റെ, മാംസം പൊരിക്കുന്നതിൻ്റെയൊക്കെ ഗന്ധം ഉണ്ടാവും. ഈ ഗന്ധം കേൾക്കുമ്പോൾ രുചിബോധം ഉണരും, വിശപ്പും ഉണരും. അപ്പോൾ വിശപ്പും രുചിബോധവും നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം സ്വീകരിക്കാനാണ് എന്ന ബോധ്യമില്ലാതെ പോയാൽ നാം ഭക്ഷണം കഴിക്കുന്നത് അമിത ഭക്ഷണമായിട്ട് മാറും. അമിതാഹാരം അപകടത്തിലേക്ക് കൊണ്ടുപോകും. രുചിയുടെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ പലപ്പോഴും ആരോഗ്യത്തിന് വിനാശകരമായിട്ട് മാറും. ഇതേപോലെ ജീവിതാവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയണം. നമുക്കെല്ലാം നൽകുന്ന ദൈവമാണ്, ആശ്രയിക്കേണ്ട ദൈവത്തിലാണ്. അതുകൊണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ കാര്യങ്ങളിലാവരുത് ശ്രദ്ധ, അഥവാ ആഗ്രഹങ്ങളിലാവരുത് ശ്രദ്ധ. ഈ ആഗ്രഹങ്ങളും ഈ ആവശ്യങ്ങളും നമ്മെ സമ്മർദ്ദപ്പെടുത്തുകയല്ല വേണ്ടത്. ആവശ്യം എന്ത് എന്ന് തിരിച്ചറിയണം. എൻ്റെ ആവശ്യം എന്ത് എന്ന്, എൻ്റെ ആത്മാവിൻ്റെ ആവശ്യം എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് നാം പറയുക. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മോടുള്ളൊരു വിയോജിപ്പ് തന്നെ ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്ന് പറയുന്നു, ആവശ്യങ്ങൾ പറയേണ്ടെന്ന് പറയുന്നു, കാര്യസാധ്യത്തിന്റെ പുറകെ പോകണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നത് അർത്ഥരാഹിത്യമല്ലേ? വിശുദ്ധ മത്തായി സുവിശേഷത്തിന് 6-ാം അധ്യായത്തിൽ 33-ാം തിരുവചനത്തിൽ ഈശോ പറയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് പറയുമ്പോൾ
നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടുന്നവയിൽ തളയ്ക്കപ്പെടുന്നു. രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന പ്രഥമ ഭാഗത്തെ നമ്മൾ കൈയൊഴിയുന്നു. ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കാൻ നമുക്ക് കഴിയണം. ദൈവിക നീതിയിലേക്കും ദൈവരാജ്യ അനുഭവത്തിലേക്കും നമ്മൾ വളരണം. അതിന് ഉപയുക്തമായ ഭൗതിക പ്രപഞ്ചത്തിന്റെ സാധ്യതകളാണ് ഈ പറഞ്ഞവ കൂട്ടിച്ചേർക്കപ്പെടുന്നവ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്നവയിൽ ലക്ഷ്യം ആയി പോകുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെടുന്നവ കിട്ടുമെന്ന ബോധ്യം വളർത്തുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഉയരും. വാണിജ്യമായിട്ട് പ്രാർത്ഥന മാറും. അതാണ് അപജയമായിട്ട് മാറുന്നത്. നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടും എന്നിടത്ത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ വിശ്വാസിയെ ഭൗതിക പ്രപഞ്ചത്തിനകത്ത് തളച്ചിടുകയും യഥാർത്ഥത്തിൽ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകേണ്ട വചനത്തെ കേവല ഭൗതിക സാധ്യതകൾ മാത്രമാക്കി പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട ബോധത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ഇതാണ് പലപ്പോഴും നമ്മൾ വിമർശിക്കുന്നത്. വിശ്വാസം ഒരു കച്ചവടച്ചരക്കായി മാറുന്നപ്പോഴാണ് വിശ്വാസം കേവല കാര്യസാധ്യത്തിനുള്ള ഉപകരണമെന്ന നിലയ്ക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും അതുവഴി ധനമാർജിക്കുന്ന കേന്ദ്രങ്ങളായി വിശ്വാസ വിപണന കേന്ദ്രങ്ങൾ വളരുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, നിറവേറി കിട്ടേണ്ട കാര്യങ്ങളുണ്ട്. നാം അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴും അതിൻ്റെ നാഥനും രക്ഷകനുമായവൻ, ഉടയവനായവൻ ദൈവമാണെന്നും അവനാണ് നമുക്കെല്ലാം നൽകുന്നത് എന്ന ബോധ്യമുണ്ടാകാനും ദൈവാശ്രയ ബോധമുണ്ടാകണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കാര്യസാധ്യങ്ങൾ തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. ജീവിത പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ദൈവസഹായം നാം അഭ്യർത്ഥിക്കുന്നത് അപകടകരമായ കാര്യമല്ല. പക്ഷേ ഈ ഭൗതിക സാഹചര്യങ്ങളാണ് നമ്മെ നിലനിർത്തുന്നത് എന്നൊരു ബോധം വന്നാൽ നിശ്ചയമായിട്ടും ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് നാം പിന്തള്ളപ്പെടും. റോമർ ലേഖനത്തിൽ 14-ാം അധ്യായത്തിൽ 17-ാം തിരുവചനത്തിൽ ദൈവരാജ്യം എന്തെന്ന് പറയുന്നുണ്ട്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ദൈവരാജ്യം എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തുകയും ആ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ താൽക്കാലികമായ ആവശ്യങ്ങൾ എന്നെ സമ്മർദ്ദപ്പെടുത്തുന്നത് എന്ന ബോധം എനിക്കുണ്ടായില്ലെങ്കിൽ കിട്ടുന്ന കാര്യങ്ങളിൽ താൽക്കാലികമായ സൗഖ്യം അനുഭവിക്കുന്നവരായി, അങ്ങനെ ഈ ലോകമാണ് പരമപ്രധാനമെന്ന ബോധത്തിലേക്ക് നാം താഴ്ത്തപ്പെടും. ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് നാം വീണുപോകും. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പലപ്പോഴും വിവിധങ്ങളാണ്. ദൈവരാജ്യത്തെ നമ്മൾ കാണുന്നത് ഒരു ഉപരിയായ ലോകമായിട്ടാണ്, നമ്മിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ട, നമ്മൾ എത്തിച്ചേരാത്തൊരു ലോകമായിട്ടാണ്. ഈശോ വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 6:20 പറയാണ്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്നാൽ നിങ്ങൾക്ക് ദൈവരാജ്യം ലഭിക്കും. ദരിദ്രരായവർ ഭാഗ്യവാന്മാരാണ്, ദൈവരാജ്യം ലഭിക്കുമെന്ന് പറയുന്ന ഒരിടത്ത് സമ്പത്തല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഉപയുക്തമാകുന്നത്, അല്ലെങ്കിൽ സമ്പത്ത് ദൈവരാജ്യ അനുഭവവുമായി ബന്ധപ്പെട്ട ഒന്നല്ല എന്ന കാര്യത്തിലേക്ക് നമ്മൾ വരും. നമുക്ക് ഈ ലോകത്ത് സമ്പത്ത് ആവശ്യമുണ്ട്, ആവശ്യങ്ങൾ നിറവേറാനായിട്ട് പണം ആവശ്യമുണ്ട്, പണം ഉപയോഗിച്ച് ക്രയവിക്രയം ചെയ്യാൻ പറ്റൂ. പക്ഷെ ഈ പണം ഒരു താൽക്കാലിക ആവശ്യത്തിന് ഇവിടെ ഉപയോഗിക്കാനുള്ള കാര്യം മാത്രമാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. ഇത് നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ലെന്ന് ബോധ്യം ഉണ്ടാവണം. ഈ ഭൂമിയിലെ ജീവിതം പൂർണ്ണമാകുന്നത് ക്രിസ്തുവിലാണെന്നും അങ്ങനെ ക്രിസ്തുവിലായി തീരുക എന്നതാണ് പരമപ്രധാനമെന്നത് നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അന്വേഷണത്തിന്റെ വഴി മാറുന്നു. നാം കൂട്ടിച്ചേർക്കപ്പെടുന്നവയിലേക്ക്, താൽക്കാലികതയിലേക്ക് മടങ്ങുന്നു. അങ്ങനെ സമ്പന്നനാകുന്നതാണ് നമ്മുടെ ജീവിതത്തിന് സൗഖ്യം നൽകുന്നതെന്നും നമ്മെ നിലനിർത്തുന്നതെന്നും നാം തെറ്റിദ്ധരിക്കുന്നു. വിശപ്പിന് ശേഷമുള്ള ഭക്ഷണം നമുക്ക് ആവശ്യമുള്ളതല്ല. നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഭക്ഷണമാണ് നാം കഴിക്കേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല, രുചിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയല്ല. രുചിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരാൾ വയററിയാതെ ഭക്ഷണം കഴിക്കുന്ന ആളായിട്ട് മാറും, അയാൾക്ക് അജീർണം പിടിക്കും. അപ്പൊ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ആവശ്യമെന്ത് എന്ന പ്രഥമ ഭാഗം ആദ്യം നാം കണ്ടെത്തണം. ദൈവരാജ്യാന്വേഷണമാണ് പരമപ്രധാനമായത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ദൈവരാജ്യത്തിന് അഭിമുഖമായി നിൽക്കാൻ കഴിയണം. ദൈവരാജ്യത്തെ പ്രധാനമായി കണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവം ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന അനുഭവത്തിലേക്ക് വരണമെന്നാണ്, അല്ലെങ്കിൽ ദൈവരാജ്യം വരണം. ദ കിങ്ഡം കം, ദൈ കിങ്ഡം കം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭൂമി സ്വർഗം പോലെ ആവണം, ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവണം, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം, അങ്ങനെ എല്ലാവരും സമത്വത്തിലും സാഹോദര്യത്തിലും കഴിയുന്ന ലോകം ഉണ്ടാകണം, അല്ലെങ്കിൽ സ്വർഗം ഇങ്ങോട്ട് വരണം. യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. അതെങ്ങനെയാണ് ലഭിക്കുക? അത് ലഭിക്കുന്നത് ദൈവിക ഭരണം നമ്മുടെ മേലുണ്ടാകുമ്പോഴാണ്. ഇത് വ്യക്തിപരമായി നമുക്കുണ്ടാകേണ്ട കാര്യമാണ്. ദൈവം എന്നെ ഭരിക്കാനിടയാകണം. ഇന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഈ സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ദൈവരാജ്യം അന്വേഷിക്കുന്നവരാണെന്ന് പറയുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സമ്പൽ സമൃദ്ധിയും സ്വസ്ഥതയും ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതല്ലാതെ നമ്മുടെ മേലൊരു ഭരണം നടത്തണമെന്ന അർത്ഥത്തിലല്ല. നിന്റെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ നിന്റെ രാജ്യം എന്നിൽ വരണം, നീ എന്നെ ഭരിക്കണം. നമ്മൾ ആരാണ് ഭരിക്കുന്നത്? നമ്മളെ ഭരിക്കുന്നത് നമ്മളാണോ, ലോകമാണോ, ദൈവമാണോ, പിശാചാണോ? വകതിരിച്ചെടുക്കേണ്ട ഒരു കാര്യമാണത്. നമ്മെ ഭരിക്കുന്നത് ഏത് മനോഭാവമാണ്, ഏത് മനോവൃത്തിയിലാണ് നമ്മൾ ഏർപ്പെടുന്നത്? സ്വന്തം ഇഷ്ടം നിറവേറുന്നതാണ് ഏറ്റവും സന്തോഷകരമായ അനുഭവമെന്ന് നാം തെറ്റിദ്ധരിക്കുമ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിലല്ല നമ്മൾ എത്തിച്ചേരുക. നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകൾക്കകത്ത് നമ്മുടെ ജീവിതാവശ്യങ്ങൾ ഭംഗിയായി നിറവേറുകയും നമുക്ക് അല്ലലില്ലാതിരിക്കുകയും സുരക്ഷിതരായി നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നതാണ് ദൈവിക അനുഭവം എന്ന് തെറ്റിദ്ധരിച്ചാൽ വാസ്തവത്തിൽ നമ്മൾ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിൽ നടന്നു പോകും. ദൈവരാജ്യം എങ്ങനെയാണ് അനുഭവപ്പെടേണ്ടത്? നിന്റെ മേൽ ദൈവിക ഭരണം ഉണ്ടാകണം. ദൈവത്തെ ഉടയവനും നാഥനുമായിട്ട് അംഗീകരിക്കുന്ന അനുഭവം ഉണ്ടാകണം. നീ ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായി വിളിക്കപ്പെടുന്നു എന്ന ബോധ്യം ഉണ്ടാവണം. ദൈവം എന്നെ ഭരിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങളെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ഭാവനയെ, എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയെയും ദൈവം ഭരിക്കണം. ദൈവം അങ്ങനെ എന്നെ ഭരിക്കാനിടയാവുമ്പോൾ വാസ്തവത്തിൽ നാം കൂടുതൽ സാഹോദര്യത്തിലേക്കും സ്നേഹത്തിലേക്കും വളരും. ദൈവത്തിന്റെ ഭരണം ഏത് തരത്തിലാണ് നമ്മുടെ മേൽ ഉണ്ടാകുക? ദൈവം സ്നേഹം കൊണ്ട് ഭരിക്കുന്നവനാണ്. ദൈവം അധികാരം ഉപയോഗിച്ച് ഭരിക്കുന്നവനല്ല. ദൈവം നമ്മെ ഭരിച്ചു കാണിക്കുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മളെ വിധേയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവൻ നമുക്ക് വേണ്ടി പകരമായി മരിച്ചുകൊണ്ടാണ്. നമ്മുടെ കുറവുകൾക്കും പോരായ്മകൾക്കും പകരമായി നിൽക്കാൻ ഒരാൾ, അവൻ എനിക്ക് വേണ്ടി സ്വയം ബലിയാകുന്നു. അവൻ എന്നെ പ്രതി തന്നെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ പാപത്തിന്റെ, ലോകത്തിന്റെ, വ്യക്തി താല്പര്യങ്ങളുടെ അതീശത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നവനായി വരുന്നു. അവിടെയാണ് ഈ ദൈവിക അധികാരം സ്നേഹമാണ് എന്ന ബോധ്യം എന്നിലുണ്ടാകേണ്ടത്. ദൈവിക അധികാരം സ്നേഹമാണെന്ന ബോധ്യം ഉണ്ടാകണം. ദൈവം എന്നെ ഭരിക്കണം, അഥവാ സ്നേഹം എന്നെ ഭരിക്കണം. എന്നെ ഇന്ന് ഭരിക്കുന്നത് സ്നേഹമാണോ സ്വാർത്ഥമാണോ എന്ന് ചിന്തിക്കണം. നമ്മൾ വ്യക്തിപരമായി നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, നമ്മുടെ ജീവിത സുരക്ഷിതത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളെയായി പോകും. നമ്മളെ മാത്രം സ്നേഹിക്കുക എന്ന ഒരു സങ്കുചിതത്വത്തിലേക്ക്, സ്വാർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തിന് വിരുദ്ധരായിട്ട് നമ്മൾ മാറണം. ദൈവിക ഭരണത്തിലല്ലാതായി മാറുകയാണ്. എനിക്കറിയാം, ഞാൻ ചെയ്യുന്നു, ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നാം പറയുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഭരണത്തിലേക്ക് പോവാൻ. ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും, എൻ്റെ മനോഭാവം അനുസരിച്ച് ചെയ്യും, എൻ്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത്, ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഇതാണ് ഞാൻ എന്നൊക്കെ നാം അടയാളപ്പെടുത്തുന്നിടത്തൊക്കെ ദൈവികമായ സ്നേഹത്തിൽ നിന്ന് നാം അകലുകയും വ്യക്തിപരമായി അവനവനിൽ തന്നെ കുടുങ്ങുകയും ചെയ്യും. ഇങ്ങനെ അവനവനിൽ തന്നെ കുടുങ്ങിയൊരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? നമ്മുടെ ജീവിത പരിസരങ്ങളെ പരിശോധിച്ചാൽ നമുക്കറിയാം, പ്രവൃത്തികളെയും സാഹചര്യങ്ങളെയൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും നമ്മളിൽ തന്നെ കുടുങ്ങി ജീവിക്കുന്നവരാണ്. ഞാനെന്ന ബോധത്തിനകത്ത് നിലയുറപ്പിക്കുന്നവരാണ്. തന്നിൽ അഭിമാനം, താനെന്ന ഭാവം, തന്നിൽ ആശ്രയം, അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അവനവനെ തന്നെ ആശ്രയിക്കുന്നവരാണ്. നമ്മൾ ഒരിക്കലും ഇത് അംഗീകരിക്കുന്നില്ല. ഞാൻ ദൈവാശ്രയമുള്ളവരാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആകുലപ്പെടുന്നുണ്ടോ? ആകുലപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആകുലപ്പെടുന്നത് എൻ്റെ കാര്യത്തിന് ഞാൻ തന്നെ വേണമെന്ന് ബോധം ഉണ്ടാകുമ്പോഴാണ്. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ശക്തിയാലാണ്, എൻ്റെ കഴിവിനാലാണ് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരാൾ ഞാനാണെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുക. ആ ബോധ്യം എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് ആകുലത ഉണ്ടാകുക. നാം പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ അധ്വാനിച്ച് കഴിയുന്നവനാണ്, ആരോഗ്യമുള്ളത് കൊണ്ട് അധ്വാനിക്കുന്നു എന്നൊക്കെ നാം പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമുക്ക് അവസരങ്ങൾ നൽകുന്നത് ആരാണ്? നമ്മെ ജീവിപ്പിക്കുന്നത് ആരാണ്? അവൻ ജീവിപ്പിക്കുന്നത് കൊണ്ട്, അവൻ ശ്വാസം എടുക്കാൻ നമ്മോട് ആന്തരികമായി ആജ്ഞാപിക്കുന്നത് കൊണ്ട് ശ്വാസം എടുക്കുന്നു. നാം പ്രവർത്തിക്കുന്നത് ദൈവശക്തിയാലാണ്, സ്വന്തം കഴിവിനാലല്ല. നാം ഈ ലോകത്തായിരിക്കുന്ന ബന്ധങ്ങൾക്കകത്തൊക്കെ നാം ആയിരിക്കുന്നത് ദൈവേഷ്ടത്താലാണ്. ഇങ്ങനെ ഒരു ബോധമുണ്ടാവുകയും അവനാണ് പരമമായ നിയന്താവ് എന്നൊരു ബോധ്യത്തിലേക്ക് നാം എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ നാം നമ്മെ കൈവിടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്വന്തം ജീവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്നവൻ ജീവൻ പ്രാപിക്കും. ദൈവത്തെ പ്രതിയാണ് ജീവിതമെന്നും
ദൈവികമാണ് എൻ്റെ ശക്തിയെന്നും എന്നിൽ പ്രവർത്തിക്കുന്നവൻ കർത്താവാണെന്നും ഞാൻ ഏറ്റുപറയുന്നിടത്താണ് കർത്താവിനെ നമുക്ക് കർത്താവെ എന്ന് വിളിക്കാൻ പറ്റുക, അവിടുത്തെ രാജ്യത്തിലാണെന്ന് പറയാൻ പറ്റുക. ദൈവരാജ്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യമായി വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവികമായ താല്പര്യം എന്താണെന്ന്, ദൈവേഷ്ടം എന്താണെന്ന് അന്വേഷിക്കുന്നവരായിട്ട് ഞാൻ മാറണം. നാം ഇന്ന് ജീവിക്കുന്ന ജീവിത ചുറ്റുപാടുകൾ ആലോചിക്ക്. വ്യക്തിപരമായ താല്പര്യങ്ങളാണോ നമ്മെ ഭരിക്കുന്നത്, അഥവാ ദൈവം എന്താണ് എന്നിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യത്തിലാണോ ഞാൻ ശ്രദ്ധ പുലർത്തുന്നത്? ഇതാണ് ഒരു അന്വേഷണം. വ്യക്തിപരമായ എൻ്റെ താല്പര്യങ്ങൾ നിറവേറാൻ, എൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാകാൻ, ഞാനെന്ന ഭാവത്തിൽ നിലനിൽക്കാൻ, അങ്ങനെ സുരക്ഷിതമായി എന്നെ നിലനിർത്താൻ വേണ്ടി ഞാൻ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം ഞാൻ എന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എൻ്റെതല്ല. ഞാൻ വന്നത് ദൈവത്തിൽ നിന്നാണ്, ഞാൻ തിരികെ പോകുന്നത് ദൈവത്തിലേക്കാണ്, ഞാൻ വന്നത് ദൈവേഷ്ടം നിറവേറ്റാനാണ്, ഞാൻ ദൈവത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടമായ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന, ദൈവിക ജീവൻ കൊണ്ട് നിലനിൽക്കുന്ന ഞാൻ എന്നിൽ തന്നെ കുടുങ്ങുന്നു, എന്നെ തന്നെ ഭരിക്കുന്നവനായി ഞാൻ മാറുന്നു. ഞാൻ തീരുമാനമെടുക്കുന്നു. ഞാൻ തീരുമാനമെടുക്കുന്നത് ദൈവത്തോട് ആലോചിച്ചിട്ടാവുമ്പോൾ അത് ദൈവരാജ്യം അന്വേഷണമായിട്ട് മാറും. ഞാൻ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കകത്ത് കുടുങ്ങുമ്പോൾ ഞാൻ ദൈവരാജ്യം നിഷേധിയായിട്ട് മാറും. നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് നമ്മൾ തന്നെയാണ്. എനിക്ക് ഇന്നത് വേണം, ഇന്നത് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും എന്ന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു പ്ലാനും പദ്ധതിയും വ്യക്തിപരമായിട്ടുണ്ടാകുമ്പോൾ ദൈവിക പദ്ധതിയെ ഞാൻ മാറ്റിവെക്കും. ഈ ദൈവിക പദ്ധതിക്കകത്തായിരിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ ഭാഗമായിട്ട് മാറുക. നമ്മളിപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. നാം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഇന്ത്യയുടെ നിയമമൊന്നും ബാധകമല്ല, എനിക്ക് വ്യക്തിപരമായൊരു നിയമമുണ്ടെന്ന് നാം പറയാൻ തുടങ്ങിയാലോ? ഞാൻ എൻ്റെ വ്യക്തിയധിഷ്ഠിതമായ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കൂ, രാജ്യത്തിന്റെ നിയമം എനിക്ക് ബാധകമല്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ത്യയുടെ പരമാധികാരത്തെ നിഷേധിക്കും. അങ്ങനെ ഇന്ത്യയുടെ പരമാധികാരത്തെ നിഷേധിക്കാതെ ആയിരിക്കുമ്പോഴാണ് ഞാൻ ഇന്ത്യൻ പൗരനായിരിക്കുക, ഇന്ത്യയുടെ ഭാഗമായിരിക്കുക. പൗരസമൂഹമാണ് രാഷ്ട്രം. ആ പൗരസമൂഹം ഒന്നാകെ ഒരു ഭരണഘടനയുടെ കീഴെ വരുമ്പോൾ ഞാൻ രാജ്യത്തിന്റെ ഭരണത്തിന് കീഴിലാവും. അങ്ങനെയാണ് ഞാൻ ഇന്ത്യക്കാരനാകുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ഞാൻ അംഗീകരിക്കുന്നില്ല, അപ്പോൾ ഞാൻ ഇന്ത്യൻ പൗരത്വത്തെ നിഷേധിക്കുന്നു. അതേപോലെ ഞാൻ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ് എന്ന പരമാർത്ഥം ഓർക്കുകയും ഞാൻ എന്റേതല്ലെന്നും ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ, ദൈവിക കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യത്തിൽ ഞാൻ എത്തിച്ചേരുകയും ആ ദൈവിക കൽപ്പനയായ ദൈവസ്നേഹവും പരസ്നേഹവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ ചുവടുവെക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ ദൈവരാജ്യത്തിന്റെ വഴിയിലായിത്തീരുക. അതുകൊണ്ട് ആലോചിക്കേണ്ട കാര്യമാണ്, ഞാൻ ദൈവരാജ്യത്തിലാണോ, ദൈവരാജ്യത്തിന്റെ ഭാഗമായിട്ടാണോ, ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനവും അന്വേഷിക്കുന്നവനാണോ, ദൈവേഷ്ടത്തിലേക്ക് തിരിയുന്നവനാണോ, ദൈവിക ഭരണത്തിന് കീഴിലാണോ? എൻ്റെ ഇന്ദ്രിയങ്ങളെ, എൻ്റെ മനോഭാവങ്ങളെ, എൻ്റെ ചിന്തകളെയും ഭാവനകളെയും ഞാൻ ദൈവേഷ്ടപ്രകാരമാണോ പ്രവർത്തിപ്പിക്കുന്നത്? എനിക്ക് നൽകപ്പെട്ട ശരീരം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതാണോ, എൻ്റെ സ്വന്തം താല്പര്യത്തിനുള്ളതാണോ? എൻ്റെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ളതാണോ, ദൈവദാനം എന്ന ബോധ്യത്തിൽ, ദൈവത്തിൻ്റെതെന്ന ബോധ്യത്തിൽ ദൈവേഷ്ടത്തിന് വിധേയപ്പെടുത്തി ജീവിക്കാനുള്ളതാണോ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ദൈവരാജ്യവുമായുള്ള അകലം നമുക്ക് ബോധ്യപ്പെടുക. ദൈവരാജ്യം എന്നത് കേവലമായി വ്യക്തിപരമായ ഒരു അനുഭവമല്ല. വ്യക്തിപരമായി ഞാൻ മാത്രം അനുഭവിക്കുന്ന, ഞാൻ ദൈവിക ഭരണത്തിന് കീഴിലാണ് എന്ന് ബോധ്യത്തിൽ ജീവിക്കുന്നതിന്റെ കാര്യം മാത്രമല്ല, ഈ ദൈവരാജ്യത്തിനകത്താണ് എന്ന ബോധ്യം ബന്ധങ്ങൾക്കകത്ത് പുലർത്താൻ കഴിയുമ്പോഴാണ് ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട് എന്ന പരമാർത്ഥം നമ്മൾ അറിയുക. ബന്ധങ്ങൾക്കിടയിലാണ് ദൈവം അനുഭവമാകുന്നത്. ദൈവിക സാന്നിധ്യം വെളിപ്പെടുന്നത് എവിടെയാണ്? നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ. നമ്മൾ വിചാരിക്കുന്ന പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു കൂടുമ്പോഴുള്ള കാര്യം എന്ന് വിചാരിച്ചിട്ട് കൈയടിച്ച് നമ്മൾ പറയുകയാണ് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നു, ദൈവം നമ്മുടെ മധ്യേ. അങ്ങനെയല്ല. ഒരു ബന്ധത്തിനകത്ത്, ജീവിതത്തിനകത്ത്, പാരസ്പര്യത്തിനകത്ത് വെളിപ്പെടേണ്ട ഒരാളാണ് ദൈവം. സാമൂഹ്യമായ തലം അതാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെടുന്നത് എങ്ങനെയാണ്, വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ബന്ധത്തിനകത്താണ്. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലാണ് ദൈവരാജ്യം. നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാനും നിങ്ങളുമായി ജീവിക്കുന്ന ജീവിതത്തിനകത്ത് ഈ ദൈവികമായ സ്നേഹത്തിന്റെ പ്രവർത്തനമായി നാം സ്വയം സമർപ്പിക്കുന്നു. അവരന് വേണ്ടിയാണ് ഞാനെന്ന ബോധ്യത്തിൽ വളരുന്നു. അപ്പോഴാണ് ദൈവരാജ്യം. സൗഖ്യം കൊടുക്കുന്നതാണ് ദൈവരാജ്യം. അവരന് സൗഖ്യമുണ്ടാകാൻ വേണ്ടി, അവരൻ നിലനിൽക്കാൻ വേണ്ടി, അവരൻ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ മറ്റുള്ളവർക്കായി കൊടുക്കുന്നു. അങ്ങനെ ദൈവിക നിയമം ഞാൻ പുലർത്തുമ്പോൾ എൻ്റെ ബന്ധത്തിനകത്ത് ഒരു ദൈവിക അവബോധം സൃഷ്ടിക്കപ്പെടുന്നു, ദൈവരാജ്യം അനുഭവപ്രദമാകുന്നു. മർക്കോസ് 1:15 പറയും, സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. ദൈവരാജ്യം സമീപമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ട്.
ദൈവരാജ്യം ക്രിസ്തുവിലാണ് പ്രകാശിതമായത്. ആ ദൈവരാജ്യം വെളിപ്പെട്ടിരിക്കുന്നു. ആ ദൈവരാജ്യം നമുക്ക് സമീപസ്ഥമാണ്. കയ്യെത്താവുന്ന ദൂരത്തിലാണെന്നല്ല അർത്ഥം, നമ്മുടെ അകമേ തന്നെയാണ്. അത് കണ്ടെത്താൻ പറ്റണം. അങ്ങനെ കണ്ടെത്താൻ പറ്റാതെ പോകുമ്പോഴാണ് നാം ദൈവരാജ്യത്തെ പുറത്തന്വേഷിക്കുന്നത്. അവനവനിൽ തന്നെ ദൈവികാധിപത്യത്തിന്റെ സ്വഭാവം ഉണ്ടാകുകയും ദൈവത്തിന് വിധേയപ്പെടുന്നവരായി നമ്മൾ മാറുകയും ചെയ്യുമ്പോൾ നാം ദൈവരാജ്യത്തെ സ്വീകരിക്കുന്നവരായിട്ട് മാറും. അനുദപിക്കണം. കാരണം ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടല്ല ജീവിതം, സ്വാർത്ഥത്തിൽ കുടുങ്ങിയാണ് ജീവിതം. അവിടെ അനുതാപം ഉണ്ടാകണം. അപ്പോൾ നിന്റെ അകത്തുള്ള ദൈവത്തെ നിനക്ക് അനുഭവിക്കാൻ പറ്റും. വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അതിരത്തിലും ഹൃദയത്തിലും അതുണ്ട്. മനസ്സ് വെച്ചാൽ നിനക്ക് പാലിക്കാൻ പറ്റും. വചനം സമീപസ്ഥമാണ്. വചനം എന്ന് വെച്ചാൽ ആരാ? ക്രിസ്തു. ക്രിസ്തു സമീപസ്ഥനാണ്. എവിടെയാണുള്ളത്? നിന്റെ അകമേ തന്നെയുണ്ട്. മനസ്സ് വെച്ചാൽ അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് നിന്റെ ജീവിതം ക്രമപ്പെടുത്താൻ പറ്റും. അങ്ങനെ അവനവനിൽ തന്നെ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് അവനവൻ ദൈവിക ആധിപത്യത്തിന് കീഴിലായിട്ട് മാറുക. നമ്മൾ സാധാരണ ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി ദേവാലയത്തിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാനങ്ങൾ കൂടുന്നു, നമ്മൾ പുറമേ നിന്നുള്ളതൊക്കെ കേൾക്കുന്നു, അനുഭവങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവരാജ്യം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങിയവരോടാണ് പറഞ്ഞത്, നിങ്ങൾ ആത്മാവിൽ ദരിദ്രരാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ദൈവരാജ്യം നിങ്ങളുടേതാണ്. ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങുക വെച്ചാൽ എന്താണ്? അത് നിർവ്യാജമായ സ്നേഹത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ പോകണം. അവൻ സ്വയം ഉപേക്ഷിച്ചതുപോലെ ഉപേക്ഷിക്കാൻ പറ്റണം. ക്രിസ്തുവിന്റെ മാർഗത്തിൽ പുരോഗമിക്കാൻ പറ്റണം. യേശുവിനെ അനുഭവിക്കാൻ മറ്റൊരു മാർഗമില്ല. ഒരാളെ അനുഭവിക്കാൻ അയാൾ ആയിരുന്നിടത്തേക്ക് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ കൂടെ ദൈവരാജ്യമൊക്കെ അന്വേഷിച്ചിരുന്ന ശിഷ്യന്മാര് യേശുവിനെ കാണുമ്പോൾ അവന്റെ പിന്നാലെ പോയിട്ട് അവനോട് ചോദിക്കുന്നത്, ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? നീ എന്താണ് പറയുന്നതെന്നല്ല അവർ ചോദിക്കുന്നത്, നീ എവിടെയാണ് വസിക്കുന്നത്? എന്നിട്ട് അവനോടുകൂടെ പോയി താമസിച്ചു. അവനോടുകൂടെ പോയി താമസിച്ചു കഴിയുമ്പോൾ അവർക്ക് ദൈവരാജ്യ ബോധം ഉണ്ടായി. എങ്ങനെയാണ് ഉണ്ടായത്? അത് ബന്ധത്തിനകത്താണ്. ആ ബന്ധം എങ്ങനെയുള്ളതാണ്? അവനോടുകൂടെ ഇറങ്ങിയപ്പോഴാണ്. അവനോടുകൂടെ ഇറങ്ങാത്ത ഒരാൾക്ക് ദൈവരാജ്യാനുഭവം ഉണ്ടാകില്ല. ജീവിതം ക്രിസ്തുവിനെ പ്രതി അർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയും സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന് പുറത്തു കിടന്ന് ദൈവേഷ്ടത്തിലേക്ക് ചരിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഒരാൾ ദൈവരാജ്യാനുഭവത്തിലേക്ക് പ്രവേശിക്കും. അപ്പോഴാണ് ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാകുക. യേശു ക്രിസ്തുവിനെ മനസ്സിലാകണമെങ്കിൽ എങ്ങനെയാവണം? നമ്മൾ നിസ്വരായിട്ട് മാറണം. ഈ ഭൂമിയെ ആശ്രയിക്കാത്തവരായിട്ട് മാറണം. ഭൗതിക ആശ്രയങ്ങളെ വിട്ട് ദൈവത്തെ ആശ്രയിക്കുക എന്ന് വെച്ചതിന്റെ അർത്ഥം അതാണ്. ഈ കാണുന്ന ചുറ്റുപാടുകളും ജീവിക്കുന്ന ജീവിതവും ഒക്കെ നിസ്സാരമായി പരിഗണിക്കാനും ക്രിസ്തുവിലാണ് ജീവിതമെന്ന ബോധ്യത്തോടെ അവനെ പ്രതി സ്വയം ഉപേക്ഷയുടെ വഴിയിലേക്ക് കടക്കാൻ എനിക്ക് നിങ്ങൾക്കും എത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളം ദൈവരാജ്യാനുഭവം, അത്രത്തോളം ക്രിസ്തു അനുഭവം. ക്രിസ്തു നമ്മിലുണ്ട്. വചനം നമുക്ക് സമീപസ്ഥമാണ്. നമ്മുടെ അതിരത്തിലും ഹൃദയത്തിലും അതുണ്ട്. നമ്മുടെ അതിരത്തിലും ഹൃദയത്തിലും നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ജീവിതാനുഭവമാക്കി മാറ്റാൻ നാം എന്ന ബോധത്തിൽ നിന്ന് പുറത്തു കിടക്കണം. അവിടെയാണ് അനുതാപമാണ് വഴി. കാരണം നാം ജീവിക്കുന്നത് ലൗകിക ചുറ്റുപാടിലാണ്, ലൗകിക ബോധത്തിനകത്താണ്, ഈ ലോക താല്പര്യങ്ങളിലാണ്. ഈ ലോക താല്പര്യങ്ങളിൽ നിന്ന് ഞാൻ എന്നെ തിരികെ വിളിച്ച് ദൈവം എന്നിൽ വസിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന രാജാവും രക്ഷകനുമായവരിലേക്ക് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവൻ പറയുന്നതാണ് പരമാർത്ഥമെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് അവനെ അനുഭവിക്കാൻ പറ്റുക. അവനെ അതല്ലാതെ അനുഭവിക്കാൻ കഴിയില്ല. പുസ്തകം വായിച്ച്, വചനം പഠിച്ച്, കാണാതെ പഠിച്ച് ഉരുവിട്ടാൽ കഴിയാവുന്ന കാര്യമല്ല അത്. അതിന് പ്രഥമ പാഠമാണ്. അത് മോശമെന്നല്ല. വചനം പഠിക്കേണ്ടതാണ്, അഭ്യസിക്കേണ്ടതാണ്. പക്ഷെ അത് ജീവിതത്തിൽ പ്രയോഗിക്കുന്നില്ല. ജീവിതത്തിൽ പ്രയോഗിക്കാത്ത അറിവുകളൊന്നും അറിവായിരിക്കുകയില്ല. അറിവ് പൂർണ്ണമാകുന്നപ്പോഴാണ് അനുഭവതലത്തിലാണ്. ഞാൻ ക്രിസ്തുവിനെ പ്രതി അവരന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞാൻ ശൂന്യവൽക്കരിക്കപ്പെടുന്നു, ഞാൻ ഇല്ലാതാകുന്നിടത്താണ് ഞാനെന്ന ബോധ്യത്തിൽ, എൻ്റെ ഐഡിയയിൽ, എൻ്റെ താല്പര്യങ്ങളിൽ നിന്ന് ഞാൻ വിമോചിതനാകുമ്പോഴാണ് ദൈവ താല്പര്യം എനിക്ക് മനസ്സിലാകുക. അപ്പോഴാണ് എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിനെ എനിക്ക് മനസ്സിലാകുക. നിങ്ങൾക്ക് നിങ്ങളെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കൈയൊഴിയണം. നമുക്ക് നമ്മളിൽ തന്നെ അനുഭവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ വിഭജിച്ച് സ്ത്രീയും പുരുഷനുമാക്കിയത്. ഒറ്റയ്ക്കായിരുന്നു അനുഭവിക്കാൻ കഴിയില്ല. ഒരു പാത്രത്തിൽ നിറയെ വെള്ളം ഇരിക്കുമ്പോൾ ആ വെള്ളം കാണാൻ കഴിയാത്തതുപോലെ അതിൽ അല്പം ഒഴിച്ചു കളയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, ആ കുറവ് അതിലുള്ള വെള്ളത്തെ അടയാളപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലുള്ള പരിമിതികളൊക്കെയും ഇങ്ങനെ ദൈവത്തെ കണ്ടെത്താനുള്ള, ദൈവത്തെ അനുഭവിക്കാനുള്ള മാർഗങ്ങളാണ്. അത് ദൈവം അകലെയായിട്ടല്ല, നമ്മിൽ തന്നെ വസിക്കുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മിൽ കുറവുണ്ടാകണം. ഒരിക്കലും വിശക്കാത്ത ഒരാൾക്ക് ഭക്ഷണത്തെ അനുഭവിക്കാൻ കഴിയില്ല. ഭക്ഷണത്തെ അനുഭവിക്കാൻ കഴിയുന്നപ്പോഴാണ് എനിക്ക് വിശപ്പുള്ളപ്പോഴാണ്. അപ്പോൾ വിശപ്പ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്
ഭക്ഷണത്തെ അനുഭവിക്കാനാണെന്നും ആ ഭക്ഷണം മൂലം എനിക്ക് ഊർജം ഉണ്ടാകുന്നു, ജീവിക്കാൻ കഴിയുന്നു, എനിക്ക് ഉന്മേഷം ഉണ്ടാകുന്നു, എൻ്റെ അകത്തൊരു ശക്തി പ്രവർത്തിക്കുന്നു എന്ന അനുഭവത്തിലേക്ക് എത്തുമ്പോഴാണ് ഭക്ഷണം ഗുണകരമായിട്ട് മാറുക. നമ്മൾ വളരെ ക്ഷീണിതരായിരിക്കുമ്പോൾ ഊർജ്ജദായകമായ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഭക്ഷണം ശരീരത്തിന് ഉന്മേഷം നൽകുമ്പോൾ ഇപ്പോൾ സ്വസ്ഥമായി, ബലം പ്രാപിച്ചു, ക്ഷീണിച്ചു പോയിരുന്നു, ഇപ്പോൾ ക്ഷീണം മാറി എന്ന് പറയുന്നത് എങ്ങനെയാണോ ഭൗതികമായിട്ട് അനുഭവപ്പെടുന്നത്, അതേപോലെ ഞാൻ എൻ്റെ ഉള്ളൊഴിഞ്ഞ് അവരെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർ ദൈവത്തെ കാണാൻ തുടങ്ങുമ്പോൾ ഞാൻ ദൈവരാജ്യത്തിലേക്ക് തിരികെ നടക്കും. എനിക്ക് സ്നേഹിക്കാൻ കഴിയാതെ പോകുമ്പോൾ, അനുദപിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ക്രിസ്തുവിലേക്ക് ഞാൻ തിരിയും. അങ്ങനെ ഹൃദയത്തിലുള്ള ഒരുവനെ വ്യക്തിപരമായ ഒരാൾ അനുഭവിക്കുകയും അവന്റെ നിയമത്തിന് കീഴ്വഴങ്ങുകയും ചെയ്യുമ്പോൾ ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും വിധേയനായി മാറുമ്പോൾ സ്നേഹം എന്തെന്ന് ഞാൻ അറിയും. അത് എന്നെ ആരെങ്കിലും സ്നേഹിച്ചിട്ടല്ല ഞാൻ അറിയേണ്ടത്, ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു എന്നതിൽ നിന്ന് എനിക്ക് ബോധ്യം ഉണ്ടാവണം. അത് മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കുമ്പോഴാണ് അനുഭവപ്പെടുക, ഞാൻ സ്വയം നഷ്ടപ്പെടുത്തുമ്പോഴാണ് അനുഭവപ്പെടുക, എൻ്റെ ജീവൻ പകരുമ്പോഴാണ് അനുഭവപ്പെടുക. ജീവൻ നിലനിർത്തിക്കൊണ്ടത് സാധ്യമല്ല. അതുകൊണ്ട് ഞാനെന്ന ബോധത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നു. അങ്ങനെ പുറത്തു കിടക്കുന്ന ഒരാൾ 2 3 പേർ ഒന്നിച്ച് ജീവിക്കുന്നു. നാം ജീവിക്കുന്ന ഏത് ജീവിത ചുറ്റുപാടിലും മാനുഷിക ബന്ധങ്ങൾക്കകത്തൊക്കെ, പ്രകൃതിയുമായുള്ള ബന്ധത്തിനകത്തൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയേണ്ട ഒരു കാര്യമാണ് ദൈവിക സാന്നിധ്യം. ആ ദൈവിക സാന്നിധ്യം ബന്ധങ്ങൾക്കകത്താണ് വെളിപ്പെടുക. അതുകൊണ്ട് കേവലമായി വ്യക്തിപരമായ ഒരു അനുഭവമായിട്ട് മാത്രമല്ല, ഒരു സാമൂഹിക അനുഭവമായിട്ട് അത് മാറുന്നു. ബന്ധങ്ങൾക്കകത്തുള്ള ദൈവത്തെ അനുഭവിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പാരസ്പര്യത്തിനകത്ത് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുമ്പോൾ നമുക്കിടയിൽ ദൈവരാജ്യം സംജാതമാവുന്നു. അവിടെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്ന് പറയുന്നത്. പിശാച് മൂന്നാമതൊരാളായിട്ട് കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മെ നിയന്ത്രിക്കുന്നവനായി, നമ്മുടെ ചുറ്റുപാടിനകത്ത്, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നവനായിട്ട് പൈശാചിക തിന്മകൾ അനുഭവപ്പെടുന്ന അങ്ങനെയാണ്. വിദ്വേഷമുള്ള 2 പേർ കണ്ടുമുട്ടുന്നു. അവർക്കിടയിൽ ആരാ പ്രവർത്തിക്കുന്നത്? അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന വിദ്വേഷത്തിന്റെ തിന്മയാണ്. ആ വിദ്വേഷം എന്ന തിന്മയെ ജ്വലിപ്പിക്കുന്നത് ആരാണ്? ഒരാളെ കാണുമ്പോൾ, ദേഷ്യമുള്ള ഒരാളെ കാണുമ്പോൾ അവനിട്ടൊന്ന് കൊടുത്താൽ നീ ജയിക്കുമെന്ന് നിന്നെ പഠിപ്പിക്കുന്ന ആ പ്രേരണയുണ്ടല്ലോ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, പകയുടെ ജ്വാല നിന്നിൽ പടർത്തുന്ന ആ തിന്മ ബഹിഷ്കരിക്കപ്പെടുമ്പോൾ ദൈവരാജ്യം അനുഭവപ്പെടും. പൈശാചിക തിന്മകൾ ബഹിഷ്കരിക്കുക എന്നതിന് അർത്ഥം കേവലമായ ഒരാളിൽ പിശാച് ബാധ ഉണ്ടായി അയാൾ നിന്ന് പിശാചിനെ ഓടിക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രം കാണരുത്. നമ്മുടെ ജീവിത പരിസരങ്ങൾക്കകത്തൊക്കെ ഈ തിന്മയുടെ പ്രവൃത്തിയുണ്ട്. ആ തിന്മയുടെ പ്രവൃത്തിയൊക്കെ ജ്വലിപ്പിക്കുന്നത് ആരാണ്? അത് പൈശാചിക പ്രലോഭനമാണ്. ആ പൈശാചിക പ്രലോഭനത്തെ ഉച്ചാടനം ചെയ്യുന്നത് ദൈവരാജ്യമുള്ളത് കൊണ്ടാണ്, ദൈവിക ഭരണത്തിന് കീഴിലായതുകൊണ്ടാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 12-ാം അധ്യായം 28-ാം തിരുവചനം പറയാണ്, ഞാൻ ദൈവാത്മാവ് കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് ഞാൻ വിധേയനാകുമ്പോൾ പൈശാചിക തിന്മകളെ ഞാൻ ബഹിഷ്കരിക്കുന്നു, അതിൽ നിന്ന് പുറത്തു കിടക്കുന്നു. ഞാൻ ദൈവരാജ്യത്തിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നു, പൈശാചിക പ്രലോഭനങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു, പിശാചിനെയും അവന്റെ ആഡംബരങ്ങളും ഉപേക്ഷിക്കുന്നുവെന്ന് മാമുദിസയിൽ പറയുമ്പോൾ ബഹിഷ്കരണം നടക്കുന്നത് അതുകൊണ്ടാണ്. ഞാനതിനെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവിക ഭരണത്തിലേക്ക് ഞാൻ തിരിയുമ്പോൾ വ്യക്തിപരമായി എൻ്റെ അകത്ത് ദൈവരാജ്യം വന്നു കഴിഞ്ഞു. ദൈവിക ഭരണത്തിന് കീഴിലായി. വിദ്വേഷവും പകയും ഞാൻ അകറ്റുമ്പോൾ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. പൈശാചിക തിന്മകൾ പ്രലോഭനങ്ങളുമായി വരുമ്പോൾ പൈശാചികതയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിഷേധിക്കും വിധം സ്നേഹത്തിൽ പരിവർത്തിതമാകുന്ന ഒരു ജീവിതം ഉണ്ടാകുമ്പോഴാണ് ഈ ദൈവരാജ്യാനുഭവം. അത് സാമൂഹ്യമായൊരു ബന്ധമായിട്ട് വളരും. ആ സമൂഹത്തിനകത്ത് ദൈവരാജ്യാനുഭവം ഉണ്ടാവും. അവിടെ ദൈവരാജ്യാനുഭവം ഉണ്ടാകണം എങ്ങനെയാ? ഒരാൾ അയാൾക്ക് വേണ്ടിയല്ലാതെ ജീവിക്കുന്ന സമൂഹം ഉണ്ടാകുക, അപരോന്മുഖമായ ജീവിതം ഉണ്ടാകുക. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും ഓരോന്നിനോടും എനിക്ക് കടമയുണ്ടെന്നും എല്ലാറ്റിനെയും പരിപാലിക്കാൻ ദൈവികമായ അധികാരം എനിക്ക് നൽകിയിട്ടുണ്ടെന്നും ആ അധികാരം സ്നേഹമാണെന്നും ഞാൻ തിരിച്ചറിയുക. അങ്ങനെ മറ്റുള്ളവരുടെ മേൽ അധീശത്വം പുലർത്തുന്നവരായി നമ്മൾ മാറുന്ന സാമാന്യതയിൽ നിന്ന് നാം പുറത്തു കിടക്കുകയും ദൈവസ്നേഹത്തെ പ്രതി നാം നമ്മത്തിന് ഉപേക്ഷിക്കുന്നവരായി മാറുകയും ചെയ്യുമ്പോൾ നാം ദൈവിക അനുഭവത്തിലേക്ക് വരുന്നു, ദൈവരാജ്യം സ്ഥാപിതമായ അനുഭവത്തിലേക്ക് വരുന്നു. ആ ദൈവരാജ്യം പടരുന്നു. ഞാൻ എൻ്റെ പ്രവൃത്തിയിലല്ലാതായിട്ട് മാറുമ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നുണ്ടോ? ദൈവരാജ്യം എന്നതിനെ യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? സഭയാണ് ഭൂമിയിലെ ദൈവരാജ്യത്തിന്റെ അടയാളം. സഭയിൽ എങ്ങനെയാണ് ദൈവരാജ്യം അനുഭവമാകുന്നത്? ഒരു പാരസ്പര്യ ബന്ധത്തിനകത്താണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സഭയെന്ന കൂട്ടായ്മയെ ഒരു ഭൗതിക ബന്ധമായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. ആ ബന്ധത്തിനകത്ത് എങ്ങനെയാണ് നമുക്ക് ദൈവരാജ്യത്തെ കാണാൻ പറ്റുക? അത് ഈ സ്നേഹപ്രവൃത്തി വഴിയാണ്, അപരോന്മുഖമായ ജീവിതം വഴിയാണ്. അത് ഈ സഭാ കൂട്ടായ്മയ്ക്ക് അകത്തുള്ളവർക്ക് മാത്രം വേണ്ടി വ്യയം ചെയ്യപ്പെടുന്ന ഒരു ജീവിതമല്ല, സകലർക്കും വേണ്ടി അങ്ങനെ മാറാൻ കഴിയുന്നു. ദൈവരാജ്യാനുഭവം
ദൈവിക ഭരണം എന്നെ എങ്ങനെയാണ് സ്നേഹത്തിൽ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്? ആ സ്നേഹം സമൂഹത്തിൽ വളരുമ്പോൾ ആ സമൂഹം ഒന്നാകെ ലോകത്തിന് മുഴുവനും സ്നേഹം കൊടുക്കുന്നവനായിട്ട് മാറുന്നു. അങ്ങനെ ഈ ദൈവരാജ്യാനുഭവം പടരുകയാണ്. ആ ഒരു ബോധ്യത്തിലെത്തുമ്പോഴാണ് നിങ്ങളുടെ ഇടയിലാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യ അനുഭവത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നത് വ്യക്തിപരമായി നാം നമ്മുടെ അധിപന്മാരായിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അനുദപിക്കുവിൻ, നിങ്ങളുടെ ക്രിസ്തുവിനെ തിരിച്ചറിയുവിൻ, അവനിലേക്ക് തിരികെ നടക്കുവിൻ, ദൈവരാജ്യം അന്വേഷിക്കുന്നവരായി മാറുവിൻ. അത് പുറമെ അന്വേഷിക്കേണ്ട കാര്യമല്ല. അത് കിഴക്കാണ് പടിഞ്ഞാറാണ് എന്ന് പറഞ്ഞ ആളുകൾ വരും, അവിടെയാണ് ഇവിടെയാണെന്ന് നിങ്ങളോട് മറ്റുള്ളവർ പറയും. അവിടെയും ഇവിടെയുമല്ല, അത് നിങ്ങളിൽ തന്നെയാണ്. ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ തന്നെ. ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ഈ ദൈവികാധിപത്യത്തിന്റെ ജീവിതത്തെ, സ്നേഹത്തിന്റെ ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുമ്പോൾ, അവരിനു വേണ്ടി സ്നേഹം പ്രഘോഷിക്കുന്നവരായി മാറുമ്പോൾ, മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നവരായി മാറുമ്പോൾ, അയാളായി തന്നെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നവരായി മാറുമ്പോൾ, മറ്റൊരുവനെ അംഗീകരിക്കുന്നവരായി മാറുമ്പോൾ നാം നിശ്ചയമായിട്ടും നമ്മളിൽ നിന്ന് പുറത്തു കിടക്കും. അങ്ങനെ എന്നെ തന്നെ കൈവിട്ട് ഞാൻ മറ്റുള്ളവരിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ പകർത്തുന്നവരായി മാറുന്നുവെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ ദൈവരാജ്യാനുഭവത്തിലേക്ക് വരും. നമ്മുടെ ചുറ്റുപാടുകൾ ദൈവരാജ്യത്തെ അനുഭവത്തിലേക്ക് വരുമ്പോൾ സഭാസമൂഹം എന്ന നിലയ്ക്ക്, ഭൂമിയിലെ ദൈവരാജ്യം എന്ന നിലയ്ക്ക് വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ലോകം മുഴുവൻ ദൈവരാജ്യമാകുന്ന നിലയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും. വിദ്വേഷത്തിന്റെയും പകയുടെയും ലോകം വളർന്നു വരുന്നു. അതിന് നിശ്ചയിക്കുകയാണ് ഞങ്ങൾ മാത്രമാണ്. സമുദായം എന്ന നിലയ്ക്കാണ്. മാനവ സമുദായം എന്നല്ലാതെ ഏതെങ്കിലും ഒരാൾ ഞങ്ങൾ സ്വസമുദായം എന്ന് പറയാൻ തുടങ്ങുമ്പോൾ അയാൾ ഈ ദൈവിക ബന്ധത്തെ നഷ്ടപ്പെടുത്തുകയാണ്, യഥാർത്ഥ ദൈവരാജ്യ അനുഭവത്തെ നഷ്ടപ്പെടുത്തുകയാണ്. ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് യുവർ ഹാൻഡ് എന്ന് പറയുമ്പോൾ, കയ്യിലാണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവൃത്തിയിലാണത് വരിക. നമ്മിൽ പ്രവർത്തനക്ഷമമായ നമ്മുടെ പ്രവൃത്തിയിലാണത് വെളിപ്പെടുക. ഈ ദൈവരാജ്യം വെളിപ്പെടുത്തുന്നവരായിട്ടാണോ ജീവിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഭാഗം ദൈവരാജ്യം അന്വേഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗമാണ് നീതിയെക്കുറിച്ചുള്ളത്. ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുന്നവരായിട്ട് മാറുക. ആ ദൈവരാജ്യം മരണശേഷം ഒരു സ്വർഗത്തിൽ പോകാം, ആ സ്വർഗമാണ് ദൈവരാജ്യം എന്ന ധാരണയിലല്ല നാം ഇരിക്കേണ്ടത്. നമ്മിൽ ദൈവിക ഭരണം ഉണ്ടാകാനാണ്. ബ്രിട്ടീഷ് കിങ്ഡം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സ്ഥലം. ഒരു രാജ്യം ഭരിക്കുകയാണ്, ഒരു നിയമം ഭരിക്കുകയാണ്. നമ്മെ ഭരിക്കുന്ന നിയമം സ്നേഹത്തിന്റെ നിയമമാണ്. യേശുവിന്റെ നിയമം സ്നേഹത്തിൻ്റെതാണ്. ആ സ്നേഹത്തിലായിത്തീരുന്നിടത്താണ് നാം ദൈവരാജ്യാനുഭവത്തിലായിട്ട് മാറുക. മിസ്റ്റർ ലൂക്കാസ് സുവിശേഷം 11:20 പറയും, ഞാൻ ദൈവകരം കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ. അവിടെ കുറച്ചുകൂടി വ്യക്തമാണ്. ദൈവാത്മാവിനെ കൊണ്ടെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വ്യക്തമാണ് ദൈവകരം കൊണ്ടാണ്. ദൈവിക പ്രവൃത്തിയിലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ. അത് പൈശാചിക അധികാരത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. യേശു നമുക്ക് വേണ്ടി സ്വയം ബലിയായി മാറിക്കൊണ്ട് നമ്മെ വീണ്ടെടുക്കുന്നു. അവനെ നഷ്ടപ്പെടുത്തുന്നു, സ്വയം നഷ്ടപ്പെടുത്തുന്നു, സഹനങ്ങൾ ഏറ്റെടുക്കുന്നു. ആ സഹനങ്ങൾ നമുക്ക് പകരമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുകയാണ് ഈ ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന്. ഈ ലോകത്തിന് നമ്മുടെ മേൽ അധികാരം പറയാൻ സാധ്യമല്ല. നമുക്ക് വേണ്ടി അവർ മരിച്ചിട്ടില്ല. ആരാണ് നമുക്ക് വേണ്ടി മരിക്കാനുള്ളത്? ആരാണ് നമ്മെ നിലനിർത്തുന്നത്? ആരാണ് നമ്മുടെ പാപത്തിന് പരിഹാരമാകുന്നത്? ആരാണ് നമുക്ക് സൗഖ്യമുണ്ടാകാൻ വേണ്ടി മുറിവേൽക്കുന്നത്? ആരാണ് നമുക്ക് വേണ്ടി രക്തം ചിന്തുന്നത്? ആരാണ് നമുക്ക് വേണ്ടി മരിക്കുന്നത്? ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുന്നു, രക്തം ചിന്തുന്നു, നമ്മുടെ പാപങ്ങളെ പ്രതി മുറിവേൽക്കുന്നു, നമ്മെ സുഖപ്പെടുത്താൻ വേണ്ടി മുറിവേൽക്കുന്നു. അവന്റെ മുറിവിനാൽ സൗഖ്യമുള്ളവരാക്കപ്പെടുകയും അവന്റെ ആത്മാവിനാൽ നിറയുകയും അവനിലായിരിക്കുകയും ചെയ്യുന്ന നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, അവൻ പൈശാചിക തിന്മകളെ ദൈവകരം കൊണ്ട് പുറത്താക്കി. ദൈവകരം കൊണ്ടെന്ന് പറയുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കണം. യേശു എന്നതൊരു നാമവും യേശു എന്നതൊരു പ്രവൃത്തിയുമാണ്. പ്രവൃത്തി വഴിയാണ്. ദൈവിക പ്രവൃത്തി എന്താണ്? അത് സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ്. ആരെയും നിഷേധിക്കാത്ത പ്രവൃത്തിയാണ്. ആർക്കും എതിരാകാത്ത പ്രവൃത്തിയാണ്. യേശു ദൈവകരം കൊണ്ട് പിശാചിനെ പുറത്താക്കുന്നു, അഥവാ ദൈവസ്നേഹം പ്രവർത്തിക്കുന്നു. ആ ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തി പൈശാചിക തിന്മകളിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചു. അങ്ങനെ വിമോചിപ്പിച്ച യേശുവിന്റെ ശക്തിയിൽ നാം വിശ്വസിക്കുകയും അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം നയിക്കാൻ നാം മനസ്സാകുകയും ചെയ്യുമ്പോഴാണ് നാം ദൈവരാജ്യത്തിന്റെ പാതയിലായിട്ട് മാറുക. മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ 13:18 ദൈവരാജ്യത്തിന് എന്തിനോട് ഞാൻ ഉപമിക്കുമെന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊരു കടുകുമണിക്ക് തുല്യമാണ്. അത് വിതയ്ക്കപ്പെട്ടു, അത് വളർന്നു, അതിൽ ആകാശത്തിലെ പക്ഷികൾ ചേക്കേറി. സെനപ്പ എന്ന വൃക്ഷത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. ബൈബിളിൽ നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ ഏറ്റവും ചെറിയ വിത്ത് എന്ന നിലയ്ക്കാണ് കടുകിനെ കുറിച്ച് പറയുന്നത്. വാസ്തവത്തിൽ സെനപ്പ ഒരു വലിയ മരമാണ്, ബനിയൻ ട്രീ ആണ്.
അതിന്റെ വിത്ത് ആൽമരത്തിലെ തരി പോലെയാണ്. അത്ര ചെറിയ വിത്താണ്. ആ വിത്ത് ഒരു വൻമരമായിട്ട് വളരുന്നു. ഈ സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കും തോറും വളരുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം സ്നേഹം നാം പ്രവഹിപ്പിക്കുന്നുവോ അത് വളർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആലോചിക്കാവുന്ന ചെറിയ കാര്യം എന്താണ്? യേശു കുരിശിൽ മരിച്ചു. ഒരു വ്യക്തി കുരിശിൽ മരിക്കുകയാണ്. ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി ഒരു വ്യക്തി കുരിശിൽ മരിക്കുന്നു. ലോകത്തോട് സ്നേഹം പ്രഖ്യാപിക്കുന്നു. തന്നെ കുരിശിൽ തറയ്ക്കുന്നവരോട് ക്ഷമിക്കുന്നു. ആ മരം എത്രത്തോളം വളർന്നു എന്ന് ആലോചിക്കുക. 2000 വർഷമായി ലോകത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്ന ശക്തിയായി, സകലർക്കും ആശ്വാസകേന്ദ്രമായി, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രേരണ നൽകുന്ന ജീവാർപ്പണത്തിന്റെ വേദിയായി യേശു ഈ ലോകത്ത് മുഴുവൻ ചിറക് വിരിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹത്തെ പ്രതി അർപ്പിക്കുന്ന ഓരോ പ്രവൃത്തിയും ഇപ്രകാരം അനേകർക്ക് ചേക്കേറാനിടമായിട്ട് മാറും. മറ്റുള്ളവർക്ക് ചേക്കേറാനിടമായിട്ട് മാറുക ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ. വസിക്കാനിടം. നാം ഭൂമിയിൽ വസിക്കാനിടത്തിനെ കുറിച്ച് ഒട്ടേറെ തർക്കങ്ങളുള്ളവരാണ്. ഭൂമി കുറെ പേര് കൈയടക്കി വെച്ചിരിക്കുന്നു, ആളുകൾക്ക് അടക്കാൻ ഭൂമിയില്ല. വാസ്തവത്തിൽ അതിനേക്കാൾ ഭീകരമായ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൃദയം അടച്ച് മറ്റുള്ളവർക്ക് നമ്മുടെ ഹൃദയത്തിൽ ചേക്കേറാൻ കഴിയാത്ത വിധം ഞാൻ എന്ന ബോധത്തിനകത്ത് നമ്മൾ തളച്ചിടപ്പെടും. അങ്ങനെ ആകുമ്പോഴാണ് അവരത്വ വിദ്വേഷം ഉണ്ടാകുക. അവിടെയാണ് ഫാസിസം വരിക. മറ്റുള്ളവരെ തള്ളിക്കളയുന്നവരായിട്ട് മാറുന്നു. എക്സ്ക്ലൂഷന്റെ നേച്ചർ ഉണ്ടാവുന്നു. പുറന്തള്ളുന്ന സ്വഭാവം, പരിവർജകത്വം. അങ്ങനെ അനേകരെ നമ്മൾ പുറത്താക്കുന്നു. അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന ഇടമായി മാറാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് ഒരു കടുകുമണി എങ്ങനെയാണോ അനേകം പക്ഷികൾക്ക് ചേക്കേറാൻ ഇടമാകുന്നത് പോലെ നമ്മുടെ വിശ്വാസം മാറണം. നമ്മുടെ വിശ്വാസം സ്നേഹത്തിൽ അധിഷ്ഠിതമാകണം. ആ സ്നേഹം അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നതായിട്ട് മാറണം. അങ്ങനെ മാറുമ്പോഴാണ് ദൈവരാജ്യ അനുഭവം. പലപ്പോഴും നമ്മൾ ദൈവരാജ്യം വരാൻ വേണ്ടി കാത്തിരിക്കുക. ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ. അത് അവിടെയോ ഇവിടെയോ ആണെന്ന് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കേട്ടാൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നവരാകരുത്. ക്രിസ്തു നമ്മിൽ തന്നെയാണ്. നാം ഓരോരുത്തരും അവിടെ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്നവനിലേക്ക് തിരികെ നടക്കാൻ കഴിയുകയും അവനെ ജീവിതത്തിന് നാഥനും രക്ഷകനുമായി അംഗീകരിക്കുകയും അവന്റെ പ്രവൃത്തികൾ തുടരുകയും ചെയ്യുമ്പോൾ, ദൈവം രക്ഷിക്കുന്നു എന്ന പ്രവൃത്തി തുടരുകയും ചെയ്യുമ്പോൾ നാം ഈ ലോകത്ത് ദൈവരാജ്യം അനുഭവപ്പെടുത്തുന്നവരായിട്ട് മാറും. നാം വിളിക്കപ്പെടുന്നത് അപ്രകാരം ദൈവരാജ്യത്തെ ഭൂമിയിൽ അനുഭവപ്പെടുത്താൻ വേണ്ടിയാണ്. എങ്ങനെയാണ് ആ ദൈവരാജ്യം നമുക്ക് സ്വീകരിക്കാൻ കഴിയുക? നാം ശിശുക്കളായിട്ട് മാറണം. നമ്മളിപ്പോൾ എങ്ങനെയുള്ള ആളുകളാണ്? എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ സ്വന്തമായി താല്പര്യമുള്ളവരാണ്, ഡിസൈൻ ചെയ്യുന്നവരാണ്. കുട്ടികൾ അങ്ങനെയല്ല. വിശു ലൂക്ക 18:17 പറയുകയാണ്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ. ശിശുക്കൾ എങ്ങനെയാണ്? ശിശുക്കൾ എപ്പോഴും മാതാപിതാക്കളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ പിതാവും സർവശക്തനുമായ ദൈവം എന്താണ് ക്രിസ്തു വഴി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്? എങ്ങനെയാണ് നാം ആയിരിക്കേണ്ടതെന്നാണ്. സ്നേഹത്തിൽ എങ്ങനെയാണ് വ്യാപരിക്കേണ്ടതെന്നാണ്. അതുകൊണ്ട് അവനവന്റെ താല്പര്യങ്ങളും അവനവന്റെ പദ്ധതികളും ഉപേക്ഷിച്ചിട്ട് ദൈവം എന്നോട് എന്ത് പറയുന്നു എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയണം. ഭൗതികമായ ജീവിതത്തിനകത്ത് നാം പല രൂപകൽപ്പനകൾ നടത്തുന്നുണ്ട്. നാം ചെയ്യുന്ന ഈ പ്രവൃത്തികളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം ദൈവം പറഞ്ഞതാകണം. നിങ്ങൾ വീട് വയ്ക്കുന്നു, കാറ് വാങ്ങുന്നു, നിങ്ങൾ വയലിൽ പണിയെടുക്കുന്നു, പണിശാലകൾ പണിയുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ഇതെല്ലാം ചെയ്യാം. ഈ പ്രവൃത്തികൾക്കൊന്നും കയ്യെ പിടിക്കുന്ന ആളല്ല ദൈവം. അതിന്റെ ആത്യന്തിക ലക്ഷ്യം ഈ പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടമാകണം. നമ്മൾ വാഹനം വെഞ്ചരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ വാഹനം വെഞ്ചരിക്കുമ്പോൾ വാഹനം വിശുദ്ധമാകുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഹനം വെഞ്ചരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് അനേകർക്ക് ഉപകാരപ്പെടണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആരെങ്കിലും കയറ്റി സഹായിക്കുമോ? മറ്റുള്ളവർക്ക് വേണ്ടിയാണോ നമ്മൾ വണ്ടി വാങ്ങിക്കുന്നത്? ഞാൻ വണ്ടി വാങ്ങിച്ചത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന ബോധമല്ലേ നമുക്കുള്ളത്. അതേപോലെ നമ്മൾ സങ്കുചിതമായി പോകുന്നിടത്തൊക്കെ ഒരു ദൈവീകമായ ലക്ഷ്യം ഓരോന്നിൻ്റെയും പിന്നിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവേഷ്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. എൻ്റെ വീട് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും കിടക്കാൻ ഇടമില്ലാത്തവർക്ക് വേണ്ടിയാണെന്നും ഞാൻ ചിന്തിക്കാൻ തുടങ്ങണം. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. അവരെന്നെ വേണ്ടി വാതിൽ തുറന്നു കൊടുക്കാൻ, അവരെന്നെ കിടക്കാൻ ഇടം കൊടുക്കാൻ, അവരെന്നെ സ്വീകരിക്കാൻ കെൽപ്പുള്ളവർ. അത് ദൈവരാജ്യത്തിന്റെ നിയമം ഹൃദയത്തിൽ എഴുതപ്പെട്ടതുകൊണ്ടാണ്. ഈ ദൈവിക അവബോധത്തിലേക്ക് എത്തുമ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടിയുള്ളതല്ലെന്നും എനിക്കുള്ളതൊന്നും എനിക്ക് വേണ്ടിയല്ലെന്നും ഞാൻ ഈ സമ്പാദിക്കുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നെ പ്രതിയല്ലെന്നും അത് ക്രിസ്തുവിനെ പ്രതിയാണെന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ എല്ലാം ഈ ദൈവരാജ്യത്തിന്റെ ശക്തി ലോകത്ത് വെളിപ്പെടും. അതുകൊണ്ട് 1 കൊരിന്ത്യർ 4:20 പറയും, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്, ദൈവരാജ്യം പ്രവൃത്തിയിലാണ്. ദൈവരാജ്യം പ്രവൃത്തിയിലായി തീരുമ്പോൾ മാത്രമേ
ക്രൈസ്തവരെന്ന നിലയ്ക്ക് നമുക്ക് ഈ ഭൂമിയിൽ അടയാളപ്പെടുത്താൻ പറ്റൂ, ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്നവരായി ജീവിക്കാൻ പറ്റൂ. നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ പിഴവ് എന്താണെന്നറിയാമോ? ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് സ്വയം പറയും, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങൾ ഞാൻ പറയും, പക്ഷേ ഞാൻ ഒരിക്കലും ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയിലേക്ക് മാറുന്നില്ല, ആ ശക്തിക്ക് വിധേയപ്പെടുന്നില്ല, ആ ശക്തിയെ അനുഭവപ്പെടുത്തുന്നവരായി മാറുന്നില്ല. അങ്ങനെ മാറാതിരിക്കുമ്പോൾ ലോകസമക്ഷം ക്രിസ്തു പരിഹസിക്കപ്പെടും. അതുകൊണ്ടാണ് ചിലരൊക്കെ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത് നടപ്പുള്ള കാര്യമാണോ? നടപ്പാക്കി കാണിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ നമ്മളിലൂടെയാണ് അത് വെളിപ്പെടേണ്ടത്. 2000 വർഷം മുമ്പ് ക്രിസ്തു ചെയ്ത പ്രവൃത്തികളൊക്കെ തന്നെ, ക്രിസ്തു ഏറ്റെടുത്ത സഹനങ്ങളും പീഡകളും ഒക്കെ തന്നെ നമ്മുടെ ജീവിത പ്രവൃത്തി വഴി ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് ചരിത്രത്തിൽ നിന്ന് യാഥാർത്ഥ്യം പുറത്തു കിടക്കുക. അതല്ലെങ്കിൽ ചരിത്ര വസ്തുതയായിട്ട് അത് മാറി നിൽക്കും. ആ ചരിത്രത്തെ ആനുകാലിക ലോക അനുഭവമാക്കി മാറ്റാൻ കഴിയുമ്പോഴാണ് സനാതനമായ ക്രിസ്തു സ്നേഹത്തെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്തുന്നവരായി നമുക്ക് മാറാൻ പറ്റുക. അങ്ങനെ ലോകം നമ്മളെ വിളിക്കേണ്ട പേരാണ് ക്രിസ്ത്യാനി എന്നത്, നമ്മളെ വിളിക്കേണ്ട പേരല്ല. നമുക്ക് ആ പേരിട്ടത് നമ്മളല്ല, നമ്മെ ആ പേര് ചൊല്ലി വിളിക്കേണ്ടത് നമ്മളല്ല, നമ്മെ കാണുന്നവരാണത് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിലൂടെ ഈ ലോകത്ത് പ്രസരിക്കുമ്പോൾ ഈ ലോകം നമ്മെ വിളിക്കും ക്രിസ്ത്യാനി. അപ്പോഴാണ് അത് അഭിമാനകരമായ കാര്യമായിട്ട് മാറുക. ശിലറ്റം പ്രിയപ്പെട്ടവരെ, ഇതിൽ 1ാം ഭാഗമേ കഴിഞ്ഞുള്ളൂ. നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. രാജ്യത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. ഇനിയും ചിന്തിക്കുകയാണെങ്കിൽ കുറെ കൂടി വിപുലമായ രാജ്യത്തെക്കുറിച്ച് പറയാൻ കഴിയും. സമയദൈർഘ്യം കൊണ്ട് നമ്മളത് അവിടെ ചുരുക്കുകയാണ്. അടുത്ത ഭാഗത്ത് നീതി എങ്ങനെയാണ് അന്വേഷിക്കുക, എന്താണ് നീതി എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.